അല്ല അത് വിളവെടുപ്പിന് സമയമായിട്ടില്ലെങ്കിൽ കാര്യമില്ലേ കണ്ട സ്പ്രിംഗ് ഓണിയൻ്റെ തല ചെത്തണ കണ്ട വേണമെങ്കിൽ അതോട് ചെമ്മീൻ കൂട്ടാനും പിന്നെ തോന്നിട്ട് മനോഹരമായ ഒരു തോരൻ ഹെൽത്തി ഫുഡാണ്. ദൈവമേ ചെമ്മീൻ മാത്രം ഇത്തിരി ഹെൽത്തി അല്ലതല്ലോ. അവള് കള്ള സ്വഭാവം പഠിച്ചു. നമ്മുടെ കഴുകി വെച്ച ചെമ്മീൻ ഇട്ടണട്ടാ. ചോറുണ്ണാൻ കൊതിയായി. ചോറുണ്ണാൻ കൊതിയാവാത്ത സമയം എപ്പോഴാണുള്ളത് നമുക്ക് അടപ്പത്തുനിന്ന് തന്നെയാണ് കൂട്ടാതെ കേട്ടത്. നമ്മൾ ജയ്ക്കൂന് ഉരുള വെച്ച് കൊടുത്ത് നമ്മൾ പരിപാടി അവസാനിപ്പിക്കണം. ഡോങ്കോ ഡോങ്കോ മണ്ടി പെണ്ണെ മയിലേ എന്നോടൊന്നു സ്പീക്കി കൂടെ കുയിലേ. ഉച്ച നേരമാണ്, നല്ല വെയിലുണ്ട്. ഞങ്ങൾ ഒരു പുതിയൊരു വിളവെടുപ്പിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഇതുവരെ ഇല്ലാത്ത ഒരു സാധനം ഉണ്ടായതായി നിങ്ങൾക്ക് അറിയാമല്ലോ. അച്ചടി ഭാഷ ചെയ്യുക. ഈ സാധനം കണ്ട, ഇതാണ് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ. തണലത്തേക്ക് എടുത്ത് വയ്ക്കുക. ഭയങ്കര വെയിലവിടെ. സ്പ്രിംഗ് ഓണിയൻ നമ്മൾ ഒന്ന് അതിൻ്റെ അടിയിലല്ലേ തണുപ്പ് തട്ടി വന്നിരിക്കുക. രണ്ട്, ഇത് കുറേ നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നാശമാവും. ഇപ്പോൾ നമ്മൾ പൊട്ടിക്കേണ്ടിട്ടേ കേട്ടാ, ഇത് വേണ്ട ഒടിഞ്ഞ് നാശമായി. ഇത് സ്പ്രിംഗ് ഓണിയൻ ഫസ്റ്റത്തെ ഇത് ഇതായിട്ടാ. ഇതിൽ വിളവെടുപ്പിനുള്ള സമയമായോ? അല്ല അത് വിളവെടുപ്പിനുള്ള സമയമായിട്ടില്ലെങ്കിൽ കാര്യമില്ലേ കണ്ട. അല്ല ഇതിന്റെ മാക്സിമം ഇതിലൊന്നും കിട്ടില്ല. കഴിഞ്ഞത് ഇത് ഉണങ്ങുമ്പോഴാണ് ഇത് പൊട്ടിക്കുക. അല്ല ഇതിപ്പോ സ്പ്രിംഗ് ഓണിയനോട് തോരൻ വയ്ക്കാൻ പോലെ. അപ്പൊ സ്പ്രിംഗ് ഓണിയൻ മാത്രം കട്ട് ചെയ്തെടുത്താ പോരെ? ഇത് ഒന്നും ഒരു നാശായില്ലേ. കാച്ചാൻ വേണ്ട സാധനം. ഇതാണ്ട ഉള്ളി ഉണ്ടായി. ഉള്ളി കണ്ട കഴുകണ ഉള്ളി കണ്ട കഴുകിയിട്ടിട്ടാ. ഇനിയുള്ളത് എടുക്കണില്ലേ? കാരണം ഇത് ഇങ്ങനെ നമുക്ക് അരിഞ്ഞെടുക്കാം. അതാ ഞാൻ പറഞ്ഞത്, കത്തര കൊണ്ട് വിട്ടാ. സരിതാ ദേ സ്പ്രിംഗ് ഓണിയൻ്റെ തല ചെത്തണ കണ്ട വേണമെങ്കിൽ. ഇത്രയും മനോഹരമായ കാഴ്ച ഒരു കൃഷിയിടത്തിലൊന്നും കാണില്ല. പക്ഷെ എല്ലാ ഉള്ളിക്കും ഇങ്ങനെ ഇല്ല കേട്ടാ. അതെന്താന്ന് മനസ്സിലാവാത്ത. പല്ലിഞ്ചേട്ടനും ചെറുേട്ടനായാലും പറഞ്ഞത് ഇത്ര കാലമായിട്ട് ഉള്ളി ചെയ്തിട്ട് ഇതുവരെ ഉള്ളിയും ഇങ്ങനെ പൂവിട്ടിട്ടില്ല. ഇപ്പോ നമ്മള് നട്ടേക്കണ ഉള്ളിക്കായാലും പൂവിട്ടിട്ടില്ല. ഇതിനെ ഒന്നും ചെയ്യില്ലേ നമ്മള്. കുഞ്ഞും തൊട്ട് ചെയ്യാവുന്ന മാക്സിമം അതിനോട് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം ഇനി ഇതിലൊന്നും ചെയ്യില്ല. ഇനി ഒരു അരുത്തിക്ക് തന്നെ നീക്കി വെച്ചോ. ഈ പൂവ് ഉപയോഗിക്കല്ലേ? അതെടുക്കാം. പിന്നെ ഞാൻ കുടിയിലേക്കാണ് പോണത്. ഇതൊക്കെ എടുത്തിട്ട് ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട്. ചെമ്മീൻ വാങ്ങിച്ചിട്ട് 3-4 ദിവസമായി ഫ്രീസറിലിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ചെമ്മീൻ കൂട്ടാനും പിന്നെ തോന്നിട്ട് മനോഹരമായ ഒരു തോരൻ. പ്രീതിച്ച് വെക്കാറുള്ള ഒരു തോരനാണത് സ്പ്രിംഗ് ഓണിയൻ കൊണ്ട്. നമ്മൾ സാധാരണ സ്പ്രിംഗ് ഓണിയൻ ചൈനീസ് ഓരോ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ വെറുതെ മേലെ ഗാർണിഷ് ചെയ്യാൻ അങ്ങനെയൊക്കെയല്ലോ ഉപയോഗിക്കുക. അതല്ലാണ്ട് ഉണ്ടാക്കണവരുണ്ടാവട്ടെ പല സാധനങ്ങളും. നമുക്കതൊരു പുതിയ അനുഭവമായിരുന്നു അന്ന് പ്രീതിച്ച് ഉണ്ടാക്കിയപ്പോൾ. എന്നാണെന്നറിയോ? 2014 എത്ര കൊല്ലമായി? 11 കൊല്ലം മുന്നേ. എന്നിട്ട് ആ സമയത്തൊക്കെ പിന്നെ സ്പ്രിംഗ് ഓണിയൻ കാണുമ്പോൾ സ്പ്രിംഗ് ഓണിയൻ എവിടെ നിന്നാണെന്നറിയോ കിട്ടുക? കിട്ടണ ഒരു സ്ഥലമല്ലേ ചേട്ടാ റൗണ്ടിൽ. ഈ റൗണ്ടിലൊരു സ്ഥലമില്ലേ നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ ഈ മറ്റേ തമിഴ്നാട്ടുകാർ വിൽക്കാനായിട്ട് ഇരിക്കുന്നുണ്ടാവും. അവരുടെ കിട്ടുമ്പോൾ എന്നിട്ട് ചേട്ടാ ആ സമയത്തൊക്കെ ഇടയ്ക്ക് വാങ്ങിച്ചോണ്ടിരാറുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ നമ്മുടെ കൊഴുവില്ലേ, കൊഴുവ് കൊണ്ട് ബിരിയാണി, അതൊക്കെ പ്രീതിച്ച് ഉണ്ടാക്കാറുള്ള സാധനങ്ങളാണ്. നല്ല ടേസ്റ്റാ. ഉള്ളി ഞാൻ കഴുകിയിട്ടുണ്ട്. ഇനി വേണ്ട നേന്ത്രക്കായ വേണം, പച്ചമുളക് പൊടിക്കണല്ലേ. ഉള്ളി വെറുതെ കഴുകിയിട്ടാ. എന്തായാലും അങ്ങോട്ട് പോവല്ലേ, മണ്ണ് വേണ്ട വെച്ചിട്ടുണ്ട്. ഇന്നലെ പ്രേമേട്ടനോട് പറഞ്ഞു കഴുകി എന്ന് പറയരുത്, കഴുകി എന്ന് പറയും. അത് കുഴപ്പമില്ല. അപ്പം റിന്തൻ പറഞ്ഞു നമ്മൾ തൃശ്ശൂർക്കാരുടെ ഭാഷ കഴുകി എന്നാണ്. നമുക്കൊരു നേന്ത്രക്കായ പൊട്ടിക്കുമ്പോൾ വാ. ഇവിടെ ഒരു നേന്ത്രക്കൊല ഒടിഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പം ചെമ്മീൻ തൃശ്ശൂർക്കാരെ മെയിൻ സാധനമാണല്ലോ ചെമ്മീനും നേന്ത്രക്കായും ഇട്ട് വയ്ക്കുന്നത്. കണ്ട കൊല കണ്ട ഒടിഞ്ഞെടുക്കുന്നു. ഒരു കായ മതി തരുതേ. ഒരു കായ അധികമായി കഴിഞ്ഞ ഒരു രസം ഉണ്ടാവില്ല. അപ്പം കായ ഇനി പച്ചമുളക് അതന്നെ. ഇനി പച്ചമുളക് പൊട്ടിക്കാം. വാ
ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മുടെ പറമ്പിൽ ഉണ്ടല്ലേ. പിന്നെ ഇരിക്കുള്ള പച്ചമുളക് പൊട്ടിക്കുന്നു കേട്ടോ. ഈ പച്ചമുളകിൻ്റെ എരിവ് ഞാൻ നോക്കിയില്ലേ കുക്കുട മറ്റേ ഭയം വന്നപ്പോൾ. ഇത്ര മതി പച്ചമുളക്. ഞാൻ പഴുക്കാതെ പൊട്ടിച്ച മതി. എന്തോരം പച്ചമുളക് വേണം? ഈ 2 കൂട്ടാനിലേക്ക് വേണം. ആ ചുവപ്പ് എല്ലാം പൊട്ടിക്കണം. പൊട്ടിച്ചിട്ട് ലക്ഷ്മി ചേച്ചിക്ക് വേണം. ഓക്കെ പോവാം നമുക്ക്. ലോട്ടസ്വത്ത മിഴിയാൽ ചാട്ടുളി നീയെറിഞ്ഞാൽ ഭോഗം വില്ലെത്താനു ഞാൻ ബോറടിയൽ തഴുകും. ഡോങ്കോ ഡോങ്കോ മണ്ടിപ്പെണ്ണെ മയിലേ എന്നോടൊന്നു സ്പീക്കി കൂടെ കുയിലേ ഓടിവാ കരളെ കണ്ണാളെ പാടിവാലൗ ഗാനം. നാണമെന്ത് ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനേ പുള്ളി മാനേ കസ്തൂരി മാനേ മധുര കരിമ്പേ മലർത്തേനെ മദനക്കുഴമ്പേ ഒന്ന് വന്നാട്ടെ തെല്ലു നിന്നാട്ടെ നാണമെന്ത് ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനേ. ഞാനേ ഈ പാട്ട് പാടി ഡാൻസൊക്കെ കളിക്കാന്ന് വിചാരിച്ചിരിക്കും. ഞാൻ വെറുതെ അവിടെ നിന്ന് പാടി വന്നാണ് കേട്ടോ. ഈ പാട്ട് ശരിയാവോ എന്ന് എനിക്കൊരു എത്തും പിടിയില്ലേ. ഇന്നിലാവെന്ന് പറഞ്ഞ സിനിമയുണ്ട് നമ്മുടെ ഒല്ലൂർ ഒരു സിനിമ തിയേറ്ററുണ്ട്, ഡേവീസ് മൂവീസ് എന്ന് പറഞ്ഞിട്ട്. പഴയ ഒരു ഓല തിയേറ്റർ ആയിരുന്നു. അത് പിന്നെ പുതുക്കി പണിത് വലിയ സിനിമ തിയേറ്ററാക്കി മാറ്റി ഇവിടെ തുറക്കണം. അപ്പോൾ അവിടെ ഫസ്റ്റ് ഉദ്ഘാടന പടം, അതായത് നമുക്ക് ബാൽക്കണി സിനിമ തിയേറ്റർ കൊല്ലൂർ വരുന്നത്. പണ്ട് മറ്റേ നിലത്തും ബെഞ്ചുമ്മിലും ഇരുന്ന് ശീലിച്ച ആളുകൾക്ക് പെട്ടെന്ന് കസേരയുള്ളൊരു സിനിമാ തിയേറ്റർ വന്നത്. അത് ഉദ്ഘാടനം ഡേവിസ് മൂവീസ് എന്ന് പറഞ്ഞിട്ട്. പിന്നിലാവെന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ പടമായിരുന്നു. മമ്മൂട്ടിയും പൂർണിമ ജയറാമായിട്ടുള്ള പടമായിരുന്നു ഉദ്ഘാടന സിനിമ. അതിലത്തെ പാട്ടാണിത്. ഭയങ്കര ഹിറ്റ് പാട്ടല്ലേ. മമ്മൂട്ടിയുടെ ഡാൻസ് ഭയങ്കര രസമല്ലേ ഇതില്. കോമഡി. യൂസഫ് അലി എഴുതാട്ടാ അതിന്റെ വരികള്. അതന്നെ യൂസഫ് അലി എഴുതിയതാണ്. അങ്ങനെ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം കുടിലേക്ക് വന്നിരിക്കുകയാണ്. കറണ്ട് ഇല്ല അല്ലേ. നമ്മുടെ ചെമ്മീൻ എടുത്തു. പിന്നെ നാളികേരമാണ്. നാളികേരം ഇവിടെ കറണ്ടില്ല, മിക്സിയിലടിക്കാൻ നിർവാഹമില്ല. അപ്പോൾ സരിത അമ്മീമ അരച്ചിട്ട് നാളികേരം പാല് പിഴിയാൻ പോകണം കേട്ടോ. അത്രയ്ക്ക് വേണ്ട. പക്ഷെ ചേട്ടാ ഈ തോരലേക്ക് ഇത്തിരി നാളികേരം അത് അതിന് മാറ്റിയിരിക്കുന്നതായിരിക്കും. മാറ്റി വെച്ചു. ഹെൽത്തി ഫുഡാണ്. ദൈവമേ, ചെമ്മീൻ മാത്രം ഇത്തിരി ഹെൽത്തി അല്ലതല്ലോ. ചെമ്മീൻ ഹെൽത്തി അല്ലേ? ആ ചെമ്മീൻ ചിലർക്കൊക്കെ പൊട്ടല്ലേ. അത് ജസ്റ്റ് വെറുതെ ഒന്നും ഇങ്ങനെ ആക്കിയിട്ടേ പാല് പിഴിയാ വേണ്ടോ. പിന്നിലാവുന്നാണോ സിനിമയുടെ പേര്? അത് സന്ധിക്ക് വിരിഞ്ഞ പോവാ. വെള്ളം വേണമെങ്കിൽ സന്ധിക്ക് വിരിഞ്ഞ പൂ വേറെ മമ്മൂട്ടിയുടെ വെള്ളം കൊണ്ടുവന്നിട്ടാ. വെള്ളം കൊണ്ടുവന്നുണ്ട്. ഞാൻ ഇപ്പൊ തീരപ്പോ എങ്ങനെയാണെങ്കിൽ ഇവിടെ ചാർലി ഇവിടെ കണ്ട ഒപ്പം നിൽക്കുന്നുണ്ട. പാവം പേളി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടാ. പക്ഷെ അവള് കള്ള സ്വഭാവം പഠിച്ചു. സ്വഭാവം പഠിച്ചത് അത് നമ്മുടെ കുറ്റല്ല. അത് അല്ല, അവള് പൂട്ടിയിടേണ്ട സമയത്തേക്ക് മുങ്ങോടും. എവിടെയായാലും പൂട്ടേണ്ട സമയത്ത് കറക്റ്റ് വന്നിട്ട് അവിടെ പൂട്ടണ സ്ഥലമുണ്ട്. അവിടെ വന്ന് എന്നെ വേണമെങ്കിൽ പൂട്ടിക്കോ, അല്ലെങ്കിൽ ഞാനിപ്പോ പോവും പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കിടക്കും നമ്മളിൽ നോക്കി. ഇപ്പൊ ആൾക്ക് ഇവിടെ വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ ഇവിടെ ആക്കിയത്. ആൾക്ക് അവിടെ തന്നെ പൂട്ടിയിടണം. അവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങും. അവിടെ അവര് നിലം കടപ്പ പെയിന്റ് അടിക്കുകയാണ്. അപ്പൊ അതിനെ ഇതിന്റെ ഉള്ളിൽ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് നടന്നോളും. ഇതിന്റെ ഉള്ളിൽ പുറത്തേക്ക് കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പേളിയാണെങ്കിൽ അവള് ചാടിപ്പോയി. അവളെ ഞാൻ പൂട്ടിയിട്ട് നല്ല സ്വഭാവം പഠിപ്പിക്കാൻ പരമാവധി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചു. അത് ആരോടും ഇല്ല ഇതിന് സ്നേഹം, നമ്മളോടൊന്നല്ല. അപ്പൊ ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ എല്ലാവരുടെയും ഓമനയാണ്. മറ്റേ മൂത്തിട്ടല്ലേ കൊണ്ടുവന്നേ, നല്ല മൂത്ത പ്രായത്തിൽ കൊണ്ടുവന്നത്. അതിനകത്തത് അതുകൊണ്ടാണോന്ന് അറിയില്ല. അത് ആരോടുത്ത് വേണമെങ്കിലേ ആർക്കും അവളൊന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ നോക്കിയാൽ അവള് തല ഇങ്ങനെ ഇങ്ങടാക്കിയിട്ട് അവള് ഓടും. അവൾക്ക് തിന്നാൻ വേണ്ടി മാത്രം. തിന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വന്ന് തിന്നും ഒറ്റ പോക്ക്. അതന്നെപ്പോൾ ഞാനിപ്പോൾ അതിനെ നോക്കണമെന്നില്ല. എന്തൊരു ചെയ്യാം, ഒന്നും ചെയ്യാൻ പറ്റില്ല. നോക്കി 800 വരട്ടെ. എന്താ ചെയ്യാ, 800 വരട്ടെ. ഉള്ളിത്തണ്ടിൽ ഉണങ്ങി ഇതൊക്കെ കളയാം. പൂവെടുക്കുമോ ഇതിൻ്റെ?
നീ പൂ കൊടുത്ത ഒരു കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലുണ്ടായ സാധനമല്ല. പോണ് കേട്ടാ നല്ല വീട്. അതിൽ നിന്ന് ഓരോന്നോരോന്ന് എടുത്തിട്ട് ഉണങ്ങിയത് പൊട്ടിച്ചളഞ്ഞിട്ട് നോക്കിയെടുക്കാം. അതിലത്തെ ഉണങ്ങിയത് കുറഞ്ഞ കളഞ്ഞു അല്ല. അതിലിപ്പോൾ ഒന്നും കളയാനായിട്ടില്ല. അങ്ങനെ വെറുതെ ഒന്ന് ചതച്ചെടുത്തുണ്ട് കേട്ടാ. ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കലക്കിയിട്ട് ഇതിൻ്റെ പാല് പിഴിയാം. ഇതൊക്കെ ഉണങ്ങിയതുകളൊക്കെ ഞാൻ കളഞ്ഞു തരുതാ. എനിക്കഴുകാല്ലേ? പൂ നല്ല ഭംഗിയുണ്ടല്ലേ ഇതിൻ്റെ കാണാനായിട്ട്. ആ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൂട്ടാ. ഇതിപ്പോൾ നീ അരിയൻ്റെ ഞാൻ അരിയണ ചേട്ടാ അരിഞ്ഞ, പക്ഷേ നന്നായിട്ട് അരിയണം വൃത്തിയിൽ, പൊടി പൊടിയിട്ട്. നീ അരിഞ്ഞാൽ മതി. അപ്പം ഇതിലേക്ക് എന്ന് വെച്ചാൽ ഉള്ളിയും ഇഞ്ചി നന്നാക്കിയാൽ മതി. ഇഞ്ചി എടുത്തിട്ടുണ്ടോ? അയ്യോ, ഇഞ്ചി എടുത്തില്ല. ഇഞ്ചി പറയ്ക്കാൻ ചേരുന്നു. ഇഞ്ചി പറക്കാറായണ്ടേ ഇനി? പറക്കാറക്കിയിട്ടുണ്ട്. പക്ഷെ ചള്ളിഞ്ചി ആയിരിക്കും കിട്ടാം, മൂത്തുണ്ടാവില്ല ചെയ്യാം. ആ ഉള്ളി തൊലി കളഞ്ഞ വെച്ചാൽ മതി. അപ്പം അത് ഇവിടെ ഇപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളി ചതയ്ക്കാം. ഇഞ്ചി ഈ നാളികേരം ഒന്നും കൂടി അരയ്ക്കാൻ പോവാട്ടാ. നമ്മുടെ ഉള്ളി സാധാരണ കുടിലിൽ പാചകം ചെയ്യുമ്പോൾ ചേട്ടൻ ഇവിടെ പച്ചക്കറി ഇതെല്ലാം കളക്കിയ പണി എടുക്കുക ചെയ്യാവും അല്ലേ? ഇപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാനില്ല. എന്നിട്ടാ കുരുമുളക് പൊടിയാണ്ട് ഈ വെയിലത്താ ചുട്ട വെയിലന്. അല്ല, ഈ സമയത്ത് കളയ്ക്കാനായിട്ട് നിൽക്കില്ല. ഈ ഉള്ളി വെറുതെ തിന്നാ സരി നോക്കിയേ. എല്ലാ ഉള്ളിയും വെറുതെ തിന്നാൻ പറ്റും? അല്ല, ഇത് നമ്മുടെ ഉള്ളിയാണ്. എന്ത് രസാ. ഉള്ളിയും ജീരകം കൂടിയിട്ട് തിന്നും ചുമക്കി. അല്ല, എന്ത് രസാന്ന് ഉള്ളി. ഉള്ളിയുടെ രസം തന്നെയല്ലേ? അല്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉള്ളിയുടെ പോലത്തെ ടേസ്റ്റ് അല്ല ഇതിന്. അന്ന് ഓർമ്മയുണ്ടോ നോക്കിയേ സരിത? അല്ലാണ്ട് അവിടെ പോർക്കിറച്ചി വെച്ചിട്ട് ഉള്ളിയുടെ ഇതിങ്ങനെയൊക്കെ ഇതൊക്കെ കൂട്ടി ചേർത്ത് ചതച്ചിട്ട് ഇട്ടെ ഉള്ളിയുടെ തലയിടക്കെ അതിൻ്റെ ഒപ്പം ചതച്ചിട്ടേന്ന്. ഓർമ്മയുണ്ടോ? ഉള്ളി പറിച്ചിട്ട്. എനിക്ക് ഓർമ്മയില്ല. കുറെ ഉള്ളി നന്നാക്കി. തീ കത്തി 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 ഒരു പരിവായിട്ടാ. ആകെ പുകയാണല്ലോ. പുറത്ത് വലിച്ചു പൊള്ളിയാന്നോട് പുക. ഓ, ഒരു കഷ്ണം ഇഞ്ചിയും ഇതും ഇത് ഇവിടെ വയ്ക്കണം, ഈ സൈഡിൽ വയ്ക്കണം. അത് നാളികേരത്തിൻ്റെ പീരയാവും. നാളികേരം ഭാര്യ പിഴിയാനുള്ള ബുദ്ധിമുട്ടൊന്നും ആലോചിച്ച് കറണ്ടിലിങ്ങനെ അല്ലേ? ഇതും കൂടി പിഴിഞ്ഞിട്ടേ അമ്മി കഴുകിയിട്ടേ അത് ചതക്കാട്ടാ. അത് ആ കിണ്ണത്തിൽ കിട്ടും. അവിടെ ഒരു കിണ്ണരിക്കുണ്ട്, അതിലിട്ടോ. സുന്ദരാ, എന്ത് സുന്ദരാ, പേളി പോയാ. നാളെ പാല് പിഴിഞ്ഞു. അതിലേക്ക് ചെമ്മീനും കായയും എല്ലാവർക്കും അറിയായിരിക്കും. തൃശ്ശൂക്കാരൊക്കെ വെക്കണത് നമ്മളിങ്ങനെ ആട്ട വയ്ക്കുക. ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി, കലക്കി വെക്കുന്നു. ഇതിലിനി ഇഞ്ചി ഉള്ളിയൊക്കെ ചതച്ചിട്ട് ഇടണം കേട്ടാ. കത്തി പോണ കാരണം ഇതിങ്ങനെ ആക്കി ഇടാണ്. അല്ല, അടുപ്പത്ത് വയ്ക്കുക. ഞാൻ ഇളക്കിയിട്ട് ഇളക്കിയിട്ട് അടുപ്പത്ത് വെച്ചോ. ഇതേ നമ്മൾ അടുപ്പത്ത് വയ്ക്കണം കേട്ടോ. തീ കത്തി കുറേ സമയമായി പോണു. നേരത്തെ തീ കത്തിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. തീ കത്തിപ്പിടിയാൻ സമയം വേണമല്ലോ ചെയ്തു. പക്ഷെ ഇതിനൊക്കെ വിറകൊക്കെ നന്നായിട്ട് ഉണങ്ങിയിരിക്കണ കാരണം അല്ലേ പെട്ടെന്ന് ഒക്കെ കത്തിപ്പിടിഞ്ഞു. ചാർലിക്ക് ഒരു ഉഷാറില്ല ചേട്ടാ. അത് കൂട്ടിടാൻ പറഞ്ഞിട്ടാവും. കൂട്ടില്ലാണ്ടേ കുഴപ്പമില്ല. ജഗ്ഗുവിൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, അവൻ്റെ വീട്ടിൽ 2-3 പട്ടിക്കുട്ടികളുണ്ട്, വേണമെന്ന്. നാടൻ മതി. ചാർലിക്കൊരു കൂട്ട് വേണം. പേളി വരുന്നില്ലേ? നമ്മളെ നിറം കണ്ട അവളോടും കൂട്ടാനാന്ന് വിചാരിച്ചിട്ടേ, കൂട്ടിയിടാനാന്ന് വിചാരിച്ചിട്ട്. സാധാരണ പെണ്ണുങ്ങൾക്ക് അനുസരണ കൂടാ. ഇവിടുത്തെ നമ്മുടെ ഈ എന്താ പറയുക, കാമറിയും ലോറൊക്കെ ഇല്ലേ, എന്തൊരു അനുസരണശീലാന്നറിയാം. അതെല്ലാം അവറ്റകളൊക്കെ കുഞ്ഞി ഇതിൽ കൊണ്ടുവന്നില്ലേ. അപ്പൊ അവര് നമ്മളായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇണങ്ങി ചേർന്നവര്.
ഇവള് നല്ല വലിപ്പായില്ലേ, പിന്നെ ഇവളെ പൂട്ടിയിടാറില്ലേ അവിടെയും. ആ ചേച്ചിയുടെ വീട്ടിലേ ഇവളെ കൊണ്ടുവന്ന വീട്ടിൽ ഇവളെ പൂട്ടാറില്ലായിരുന്നു. ഇവൾക്ക് അങ്ങനെ പൂട്ടി കിടന്ന് ശീലമില്ലാത്ത കാരണമാണ് ഇവൾക്കത് പറ്റാത്ത. പക്ഷെ കുറെ നാള് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലെ, ഇവന്റെ കൂടെ അവളും വന്ന് ഒക്കെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ടാണ് അവള് കള്ളശീലം പഠിച്ചത്. ഭയങ്കര കള്ളശീലം. കഥ ചാർലി പാവം. നമ്മുടെ ഫ്രഷ് ഉള്ളി ചതയ്ക്കാൻ പോണു. പച്ചമുളക് വേണ്ട, എത്ര ചതച്ചിടാൻ വേണ്ട സരിത? പച്ചമുളക് ചതക്കല്ല, കീറിട്ടാ മതി. എത്ര വേണം? 4-5 ഇട്ടോ. ചുവപ്പ് മുളക് പച്ചമുളക് വേണ്ട? ചുവപ്പ് ഇട്ടോ. അത് ചാച്ചുകൊണ്ടിരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇടണം കേട്ടോ. പച്ചമുളക് ഒന്ന് ചെത്തിയിടണം. ഒരു 3-4 നിങ്ങളുടെ വോളിയൊന്ന് കുറയ്ക്കോ, നിങ്ങളുടെ വോളിയൊന്ന് കുറയ്ക്കോന്ന്, നിങ്ങളുടെ വോളിയൊന്ന് കുറയ്ക്കാൻ. ഇവിടെ വീഡിയോയിൽ മൊത്തം നിങ്ങളുടെ സൗണ്ടാ. അവരെ ചോറിന് കഴിഞ്ഞിട്ട് അവരെ കാമുകിമാരായിട്ട് സംസാരിക്കുന്ന ശബ്ദം കേൾക്കണത്. സാധാരണ കാമുകിമാരായിട്ട് വർത്തമാനം പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കര പതുക്കിലെ വർത്തമാനം പറയും, ആരും കേൾക്കാത്ത രീതിയിലല്ല ചെയ്യുക. ഇത് ഈ പ്രദേശം മുഴുവൻ കേൾക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ആളുകളുടെ ശബ്ദം ഇവിടേക്ക് കേൾക്കണം. കാമുകിമാരല്ലാന്നുകൊണ്ട് ഇത് വേറെ ആരോ തോന്നുന്നു. അതെ, എപ്പോഴും കാണാം. ഈ സമയത്തിന് അവർക്ക് സംസാരിക്കാൻ അവസരം കിട്ടുന്നത്. കണ്ട കാണിച്ചു തരാൻ വേണമെങ്കിൽ എന്നിട്ട് സംസാരിക്കുന്നത് കണ്ട. അതിൻ്റെ ഉള്ളിലണ്ട വീഡിയോ കോളാണ് വിളിക്കുക അവർ രണ്ടുപേരും. ഇഞ്ചിയും ഉള്ളിയും ചതച്ചത് കേട്ടാ. കായ ഇടാം നമുക്ക്. കായ ആദ്യം തൊലി പൊളിക്കണം. കായ നേരെ അരിഞ്ഞിടുന്നു. കായത്തെ കറ അതിൽ പെട്ടിട്ട് ഇങ്ങനെ അരിഞ്ഞിടുമ്പോൾ കായലിൻ്റെ കറ. ഇതാകെ ഒരു കുഞ്ഞ് കായലിടണുള്ളൂ. കുഴപ്പമൊന്നുമില്ല. ഉള്ളി അരിയുന്നു. അല്ല, ഉള്ളിയില്ല. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കുടപ്പുളി. അത് ഇട്ട് വയ്ക്കാൻ മറന്നു. ഇട്ട് വയ്ക്കാൻ മറന്നതാ. കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പുളി ഇറങ്ങും. കുഴപ്പമില്ല. തിള തുടങ്ങിയത് മാത്രമല്ല, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇളക്കി ഒരു സ്വല്പം ഉപ്പും കൂടി വേണം. ഉപ്പ് നോക്കി നമ്മുടെ കഴുകി വെച്ച ചെമ്മീൻ ഇടണം കേട്ടോ. ഉഗ്രൻ ചെമ്മീൻ കേട്ടോ അത്. ഞങ്ങൾക്ക് ഇടയിൽ ജഗുവിൻ്റെ സ്കൂൾ വരെ പോകേണ്ട ആവശ്യമുണ്ട്. ജഗുവിൻ്റെ സ്കൂളിൽ നിന്ന് PTA മീറ്റിംഗാ 1:30 തൊട്ട്. അതിന് ഉപ്പിടണം. അപ്പോൾ ഈ കൂട്ടാൻ വെന്തിട്ട് ഇറക്കി വെച്ചിട്ട് വേഗം പോയിട്ട് പോരാം. എന്നിട്ട് ബൈക്കിൽ ചെയ്യാൻ വെച്ചിട്ടിരിക്കുന്നത്. അതെ. കൂട്ടാൻ തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കൂട്ടാൻ അടപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ വെറുതെ നമ്മുടെ കണ്ണിൽ മാത്രമല്ലോ. ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് പോയി വന്നു. സ്കൂളിൽ നിന്ന് വന്നു കേട്ടാ. ഇനി വേഷം മാറണമെന്നില്ല, ചെരുപ്പ് മാത്രം മാറ്റിയത് മാത്രം. സരിത അവിടെ വെച്ച് എന്തിരുന്നു കൂട്ടാൻ. എന്തായി സരിത? അടിയെ പിടിച്ചാ നമ്മുടെ തുറക്ക് ഇതേ തുറക്കണം. ആ, മിളക് തെളിഞ്ഞു. മിളകല്ല, എണ്ണ തെളിഞ്ഞു. ഇല്ല, ചെറുതായിട്ട് ഇല്ല, അടിയെ പിടിച്ചിട്ടില്ല. അടി പിടിക്കാൻ തീ അങ്ങനെ കത്തുള്ളല്ലോ. ചെറുതായിട്ട് കായ ചില കായ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. കെട്ട തീനെ പുനരുജ്ജീവിപ്പിക്കാൻ പോണു. ഞങ്ങൾ പോയി വന്ന സമയത്ത് കൂട്ടാൻ നല്ല സെറ്റായിട്ടാ. നോക്കി നോക്കിയേ ഉപ്പും പുളിയൊക്കെ. ഓഹോ,
അടിപൊളി കൂട്ടാൻ. എരിവ് പുളി ഉപ്പ് ഒക്കെ അടിപൊളി. പക്ഷേ കൈ പൊള്ളി, കയ്യിലേക്ക് ഒഴിച്ചത് പൊള്ളി. ചാർലി നമ്മുടെ കാവലിട്ടാ നോക്കി ഇളക്കി എടുക്കണം നോക്കിയേ പാവം. ഇപ്പൊ കറിയും എന്നുള്ള പോലെ എൻ്റെ മുഖല്ലേ. ആ നമ്മുടെ ചീഞ്ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ, കാച്ചാൻ പോകണം നമ്മൾ. അപ്പോൾ നമ്മുടെ ഫ്രഷ് ഉള്ളിയാണ് കാച്ചുന്നത് കേട്ടോ. കണ്ട മൺകാലത്തിൻ്റെ പോലെയല്ല സരിത, ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി ചൂടാവേണ്ട ഇതില് ഈ അടുപ്പില് അത് ഇറങ്ങിയിരിക്കണ്ടല്ലോ, ശരിക്കും ഇറങ്ങിയിരിക്കുന്നുണ്ട്. വേപ്പിൻ്റെ എല്ലാം പൊടിച്ചതുണ്ടോ? വേപ്പിൻ്റെ എല്ലാം ഇത് പിടിച്ചാ നീ ഇവിടെ ഇരിക്കും. നീ ഇന്ന് ഇവിടെ ഇരുന്നിട്ടില്ല. ആ അവിടെ ഇരുന്നു. അയ്യോ വേപ്പിൻ്റെ എല്ലാം കൂടിയാലും സംശയമാണ് ഏത് പൊട്ടിക്കണം എന്നുള്ളത്. അടിയിലത്തെ ഇല അത്ര നല്ലതല്ലാന്ന് തോന്നുന്നു. ഇലക്ക് എന്തോ കേടുണ്ട് അല്ലേ, അത് കളറ് പോലെ. നല്ല തളിർത്തലി കിട്ടിയത്. നമ്മുടെ ഉള്ളിലേക്ക് വേപ്പിലിടണം, കറിവേപ്പില എടുക്കട്ടെ. ഇതേട്ടാ എടുക്കണോ, തട്ട്. ഇതിലാണ് നമ്മൾ മറ്റേ ഉള്ളി തണ്ട് വയ്ക്കുന്നത് കേട്ടാ. കഴിഞ്ഞില്ലേ, ഇത് കിഴക്കൊന്നും വേണ്ട. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. കൈയോടെ അതിലോട്ട് നോട്ടെ. അങ്ങനെ കൂട്ടാൻ സെറ്റായി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എത്ര വെളിച്ചം മതി? വെളിച്ചെണ്ണ കാണാൻ നല്ല രസം ഉണ്ടാവുള്ളൂ. അതെ, പച്ചമുളകും സവോളയും അരിഞ്ഞത് ഇട്ടു. ചാർലി ഇവിടെ കിടപ്പ് ഇപ്പോൾ. എന്താ കടി? എന്തരാ മാറി കിടക്കല്ലേ അങ്ങോട്ട് അടുത്ത് ചെന്ന് നോക്കിയേ, ചാർലി മലർന്ന് എടുക്കും. ഐ ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ അതിങ്ങനെ മലർന്ന് 4 കാലും മോളിക്കേക്ക് ഇങ്ങനെ എടുക്കും, ഉഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടേ. കൊള്ളില്ല ഇത് നമ്മുടെ ഇരുമ്പുള്ളി പൊടിച്ചു തുടങ്ങിയില്ലേ. നിറയെ ഇരുമ്പുള്ളി ഉണ്ടായിട്ടുണ്ട്. ഇരുമ്പുള്ളിയുടെ 3 ചില്ലി ഉണ്ടായിരുന്നു, 2 ഇങ്ങടും 1 അങ്ങടും. അവര് ഈ ഓട് മേയാൻ വന്നപ്പോൾ 2 ചില്ല അത് വെട്ടേണ്ടി വരുന്നു പറഞ്ഞു. അപ്പം ഇങ്ങോട്ട് നിൽക്കണത് 2 വെട്ടുള്ളൂ എന്ന് വിചാരിച്ചു നമ്മൾ. എന്നിട്ട് അങ്ങോട്ടുള്ളത് വെട്ടണ്ടാട്ടോ, അവിടേക്കുള്ളത് ഇതിന് തടസ്സമൊന്നുമില്ലല്ലോ, അത് വെട്ടണ്ടെന്ന് പറയാൻ വരുമ്പോഴായി തന്നെ അവരത് വെട്ടി അവിടെ മാറ്റിയിട്ട് കാണും. എന്നിട്ടാണ് ഇങ്ങോട്ടുള്ളത് വെട്ടാൻ പോകണുള്ളൂ. മതി, ഇത് ഭയങ്കരമായിട്ട് ഇതാവണ്ട. അപ്പം ഇനി നാളികേരടല്ലേ ചെയ്യേ? ഇതേട്ടത് ആയി കഴിഞ്ഞ് നാളികേരം ഭയങ്കര കുറവല്ലേ. നാളികേരം ഇടണം കേട്ടോ, കുറച്ച് ചെയ്യും, പോരാ, അത് മതി. നാളികേരം മഞ്ഞൾപ്പൊടി ഇടണോ, കുറച്ച് ഉപ്പ് വളരെ കുറവ് ഇട്ടാൽ മതി, പിന്നെ നോക്കിയിട്ടാൽ മതി. തണ്ടുകളാണ് നമുക്ക് കാണുമ്പോൾ കണ്ടമാനം ഉണ്ടായിരിക്കും. ഇട്ട് നോക്ക്, ബാക്കി നാളെ വയ്ക്കാം, പകുതി വെച്ചാൽ മതി. കണ്ടമാനാവൂലേ? കുറച്ചുകൂടി ഇട്. അത് ഞാൻ പറഞ്ഞ ഉപ്പ് നോക്കിയിട്ടിടാൻ. മതി, ഇത്ര മതി. ബാക്കിയുള്ള നമുക്ക് നാളെ വയ്ക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചാണ് വയ്ക്കണ്ടല്ലോ. ഇവിടെ നിളക്ക് കുറച്ചുകൂടി ഇടാല്ലേ, വാടിയില്ലേ? കുറച്ചുകൂടി ഇട്ടോ, മതി. ബാക്കിയുള്ളത് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ വൈകുന്നേരം. തോരനും അല്ലതും കൂടിയിട്ട് ഓംലെറ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാവട്ടെ, ഇട്ടല്ലോ. ഉപ്പ് നോക്കിയതാ, നീ ഉപ്പ് കണ്ടമാനിട്ടുണ്ട്. ഉപ്പ് കൂടിയാ? കൂടുതലാ? കൂടുതലെന്ന് പറയാൻ പറ്റില്ല, ഉപ്പുണ്ട്. ഇത് 10 മിനിറ്റ് ഉള്ളിൽ ആവുന്നത്. അപ്പം ആ സ്പ്രിംഗ് ഓനിയനും കൂടി ഇടാം. കുറച്ചും കൂടി ഇട്ടോ, കുറച്ചും കൂടി ഇട്ടാൽ മതിട്ടാ. കുറച്ച് എനിക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കണം വൈകുന്നേരം. പാതനം തന്നെയുള്ളല്ലേ കൂടെയല്ലോ എൻ്റെ സമാധാനത്തിന്. മതി. ചോറെടുത്തിട്ട് വാ, ചോറെടുത്തിട്ട് വാ. ചോറുണ്ണാൻ കൊതിയായി അല്ല, ചോറുണ്ണാൻ കൊതിയാവാത്ത സമയം എപ്പോഴാണുള്ളതല്ലേ നമുക്ക്. നോക്കി ചാർലി അവിടെ നിന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി. അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ നല്ല സുഖാണ്ടി. ജഗ്ഗുനെ വിളിച്ചോ ചോറിന? ജഗ്ഗു ചോറുണ്ടതാ, സ്കൂളിൽ ചോറ് കൊണ്ടുണ്ടായിരുന്നേ.
എന്നാലും ഈ ഉള്ളിത്തോരൻ കൂട്ടിയിട്ട് ചോറ് ഇത്തിരി ഉണ്ണ രണ്ട് കിണ്ണ എവിടെ ഉണ്ട് പ്ലേറ്റ് എവിടെ ഉണ്ട് പ്ലേറ്റുകൾ എവിടെ ഉണ്ട് അതിൽ എടുത്തോ 2 പ്ലേറ്റ് ഉണ്ട് നിനക്കുള്ള കൂടി എടുത്തോ എടുക്കണ്ട അവിടെ പോയി കഴിച്ചോ. സരിത ചോറ് കൊണ്ടുവന്നു അടപ്പത്തന്നെയാണ് ഈ തോരട്ടാ വെന്തുണ്ടത്. ഇനി നമ്മൾ ഇതിന് കൂട്ടെടുക്കണം നമ്മുടെ ഈ ചെമ്മീൻ നോക്കി. നമ്മൾ വാങ്ങിക്കണ സ്പ്രിംഗ് ഒനിയൻ പോലെ അല്ലേ ഇതാകെ വെള്ളം ഇതായ പോലെ. ഇതിലേ ഇത് അരിഞ്ഞു വെച്ചാണ് പച്ചയാ. അത് കഴിച്ചോക്ക് അടുപ്പം വിരിയണം. വെറുതെ കഴിക്കാം. സലാഡിലൊക്കെ ചെയ്യണമല്ലേ. ഇത് അടപ്പത്ത് തന്നെയാണ് കൂട്ടെടുക്കുന്നത് കേട്ടോ. നമ്മൾ കുറച്ചേരം ഇരിക്കാം. ഇത് വെറുതെ കഴിക്കാൻ പറ്റിയ സാധനം കേട്ടാ. ഇതിന്റെ തീയന്റെ സരിതേ വേണ്ട ഒരു ചോറിന. ഇത് നമ്മുടെ കൂട്ടാൻ ചെമ്മീൻ കൂട്ടാൻ, ചെമ്മീനും കായും നേന്ത്രക്കായും തോരനും കൂടി മിക്സിങ് ആണ്. ഈ തോരനല്ലേ വെള്ളം ഉണ്ടോ നന്നായിട്ട്. തോരൻ എരിവ് കൂടുതലായി കൂട്ടാനല്ല തോരനില്. ഒരു ഉരുള കഴിക്കുന്നു. അവന്റെ ഊണ് കഴിഞ്ഞതാട്ടാ. സരിത ഒരു ഉരുള കഴിക്കാൻ ആരാണ്ടാ കാമ്രീനിയാണോ? അപ്പാടെ ടേസ്റ്റ് അല്ലേ? വാലിങ്ങനെ പൊക്കി വിളിച്ചിട്ട് പോവാ. ചെമ്മീൻ കഴിച്ചു എടുത്ത് അത് ഞാൻ വാരി ചെയ്യുന്നില്ല. സൂപ്പർ കേട്ടാ. വേഗം അവസാനം വീഡിയോ ആകത്ത് പോയിട്ട് ചോറിനാനാ അപ്പൊ ഞങ്ങൾ നിർത്തണം കേട്ടാ. നല്ല രസമുണ്ട് കൂട്ടാൻ. നല്ല രസമാണ് തോരൻ. അതുകൊണ്ട് വൈകുന്നേരം ഓരോ ഓംലെറ്റ് കൂടി അടിക്കണം. അപ്പൊ അടിപൊളി. തോരനേക്കാൾ രസം ചെമ്മീൻ കൂട്ടാനാ അല്ലേ? അല്ലടാ ഇഷ്ടമല്ലല്ലോ മീൻ കൂട്ടാൻ. ജയ്ക്കൂന് ഉരുള വെച്ച് കൊടുത്ത് നമ്മൾ പരിപാടി അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.